ഹായ്, ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം മുട്ട കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് കാണുമ്പോൾ ഒരേപോലെ തോന്നിയെങ്കിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കഴിക്കാനെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എടുക്കട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കട്ടോ. പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വേവൊന്നും വേണ്ട. ഇത്രയും മതി. ഇനി കോരി മാറ്റാം. ഇതേ പാനിലേക്ക് 2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കട്ടെ. പഴത്തിനൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ. ഇത്രയും മതി. ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. ഇതേപോലെ ഒരു സോസ് പാൻ എടുക്കുക. കുറച്ചൊരു നെയ്യ് തടവി കൊടുക്കട്ടോ. ഇത് വാട്ടി വെച്ച പഴം ഈ മുട്ട മിക്സിൽ മുക്കിയിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കട്ടോ. അടിഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നിരത്തി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാ അങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു മുട്ട മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മേലെ നേരത്തെ ചെയ്തതുപോലെ പഴം മുട്ട മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. ബാക്കിയുള്ള മുട്ടയും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അടിഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം മാത്രം ഒന്നും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പാനിലേക്ക് 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.